ये भैया बाकी ले लो। अरे भाई साहब, ये साइकिल पार्क करने के लिए कितना पैसा चाहिए? 1 घंटे के लिए 3 रुपए, 1 दिन में 50 रुपया, 500 रुपया 1 महीने के लिए। ये भाई साहब, ये साइकिल बेचेगा तो इतना पैसा नहीं मिलेगा। ये तेरी झग भरी चीज कौन खरीदेगा भाई? ഓടാ മൊട്ടെ തുരുമ്പ് നിന്റെ മൊട്ട തലക്കാടാ. ये अशोक इधर आ। क्या जमाना ഇവനിപ്പോ എന്താ ചെയ്യാ? തിരിച്ചു വീട്ടിൽ കൊണ്ടുവയ്ക്കാന്ന് വെച്ചാൽ ട്രെയിൻ മിസ്സാവും. आप लोगों की मदद की सख्त जरूरत है. സംസാരം കേട്ടിട്ട് മലയാളി അച്ഛനാന്ന് തോന്നുന്നു. बर्तन को और कोई भी चीज है. ദുരിതാശ്വാസ पीड़ित लोगों को मदद कर. ഈ കുഞ്ഞാടിനെ ആ അച്ഛനെ ഏൽപ്പിക്കാം. നീ എന്ന ദാനം കൊടുക്കാൻ പോവേണ. पुण्य कमाओ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എപ്പോഴും സ്തുതിയായിരിക്കും. മലയാളി തന്നെയാണല്ലേ. ഒരു സൈക്കിള് എന്റെ പേരിലെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടാൽ എന്നെക്കാളും മൂത്തതാണെങ്കിലും എപ്പോഴും സ്ട്രോങ് ആ. വെറുതെ തലക്കിട്ട് അടിക്കലടാ പുല്ല്. എന്റെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ വീട് മാറിപ്പോയപ്പോ എനിക്ക് തന്നിട്ട് പോയതാ. ബെല്ല് കേട്ടോ? ഇവന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ ഇവൻ പറഞ്ഞേനെ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും നീ കേട്ടില്ലേടേ? ഇവനെ പിരിയാൻ മനസ്സുണ്ടായിട്ടല്ല, എൻ്റെ ഒരു അവസ്ഥ കൊണ്ടാ. മാത്രമല്ല, ഞാൻ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ കാറിൽ മോട്ടോർസൈക്കിളൊക്കെ നടത്തും. പിന്നെ ഈ തുരുമ്പോട്ട് ഒരു കാര്യമില്ല. എടാ തെണ്ടി, അതുകൊണ്ട് അച്ഛനിത് എടുത്തു. സൂക്ഷിച്ച്. എടാ ഇത്രയും കാലം നിന്നെ ഞാൻ ചുമന്നോണ്ട് ഓടിയതാണ്. ആ എന്നെ നീ ഉപേക്ഷിച്ച് പോണല്ലേ? നീ കണ്ടോ, എന്നെ കൊണ്ട് നിനക്ക് ആവശ്യം വരും. കേട്ടടാ തെണ്ടി, അത് ഗ്യാരണ്ടി. ഈശ്വരൻ തിരക്ക. ഫയർ മലയാളി തന്നെ. ഹലോ ഹലോ, ഞാനിപ്പോ ട്രെയിനിലാണ്. ഇത് ആരാണിപ്പോ വിളിക്കുന്നത്? ഞാനാണ് വിളിക്കുന്നത്. അത് ശരി, ഇത്ര അടുത്ത് നിന്നാണ് താൻ ഫോണിൽ വിളിച്ച് സംസാരിക്കണത്? ഞാൻ ഫോണിലല്ല, നേരിട്ടാണ് ഹലോ എന്ന് വിളിച്ചത്. ഓ, എന്താ കാര്യം? എന്താ? ഇതെന്റെ സീറ്റാണ്. വീട്ടിൽ നിന്ന് കൊണ്ടെന്നാ? ഇത് എന്റെ പേരിൽ ബുക്ക് ചെയ്ത സീറ്റാണ്. ഓഹോ, എന്തെങ്കിലും കാണാണ്ട് പോയല്ല. ഈ സീറ്റിൽ എവിടെയാണ് തന്റെ പേര് എഴുതി വെച്ചങ്ങനെ നോക്കിയതാ? അതെ ശരി, എന്റെ പേരെഴുതി ചാർട്ട് പുറത്തിരിപ്പുണ്ട്. പുറത്തിരുന്നോന്ന് ഒരു വകതിരിവില്ലാത്ത മലയാളി. ഏതോ സ്വപ്നം പോൽ മഴവിൽ തിരി നീട്ടിയ പോലെ ആരോ ആരോ നീ. കഞ്ചി ഞാനെവിടെയാ? സോറി. മലയാളിയാ? മലയാളിയാണല്ലേ? ആ, അതാ സഹായിച്ച ആളെ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടത്. റിയലി സോറി. സോറിയല്ല, കീറി. അപ്പോൾ മൊത്തം കീറി. എന്തൊക്കെയായിരുന്നു ഇവിടെ? കമോൺ കമോൺ എവരിബഡി, കം ഫാസ്റ്റ്, കംഫർട്ട് സ്റ്റേഷൻ. ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഈ റോട്ടിൽ കൂടി പോണ പെമ്പുള്ളരെ മുഴുവൻ ട്രെയിനിൽ വലിച്ചു കയറ്റാൻ നീ ആരാ? ഷാറുഖ് ഖാനാ? കൈവിട്ടിട്ട് മാറിക്കടാ. കുട്ടി, ഞാനാണ് ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. കുട്ടി അകത്ത് കയറിക്കോളൂ, കയറിക്കോളൂ. താങ്ക് യു. ആ, മലയാളി അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. അതെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. എനിക്ക് എന്റെ നാട് വരെ എത്തുമ്പോഴത്തേക്ക് ഒരു നേരം പോക്ക് വേണം.
ജസ്റ്റ് ഫോർ എ ടൈം പാസ് കിട്ടാ कौन से खींचा अरे मैं पूछता हूँ कौन से खींचा ഏ ആത്മ പറയരുത് പ്ലീസ് പറയരുത്. എനിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? അല്ലാതെ അകത്തിയെടുത്ത് തരാം. ഞാൻ അകത്താക്കി തരാം. ട്രെയിനകത്ത് പ്ലീസ് പ്ലീസ് പറയരുത് പറയരുത്. आपको मालूम है कौन से खींचा मुझे पता नहीं मगर एक आदमी इधर से भाग के चला गया. साले चल എന്തേടോ എന്നെ വരയ്ക്കാൻ തോന്നുന്നു. എന്റെ ദൈവം ഇതെന്തേ വരച്ചു വെച്ചേക്കണത്? കറക്റ്റ് ആണ്. ആ കൈ എങ്ങനെ പിടിച്ചത്? ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഈ പടം. അതെടുക്കരുത്. അത് ഞാനാണ്. അല്ല ഞാനല്ല. കറക്റ്റ് ആണ്. താൻ തന്നെയാണ്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സീറ്റിലിരിക്കുന്ന സുന്ദരിയായ യുവതി ഇയാളെ നോക്കി വരച്ച ചിത്രമാണിത്. എങ്ങനെയുണ്ട്? അയ്യോ, ദേഖോ ദേഖോ യേ ഉസ്കാ ചഹര ഹൈ. ബന്ദർ ഹൈ ബന്ദർ. അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ ചെവി, അതേ ചുണ്ട്. എന്റെ ആ കുട്ടി ഇത്രയും വലിയ കലാകാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ മുഖം അങ്ങനെ തന്നെയല്ലേ ഒപ്പി വെച്ചേക്കണത്. ഒളിച്ചിൻ ചെയ്ത് വെച്ച പാല് പോലും കണ്ടുപിടിച്ചില്ലേ? കൺഗ്രാറ്റുലേഷൻ. തരില്ല. ഓക്കെ. അയ്യോ വേണമെങ്കിൽ പോവാണ. അതെ, ഒന്ന് നിന്നേ, ഒന്ന് നിക്കൂ. അയാള് പറയുന്ന കേട്ട് വിഷമായോ? കുട്ടിയെ മീറ്റ് ചെയ്തപ്പോ മുതല് ഞാൻ വെറുതെ ഫൂളായിക്കൊണ്ടിരിക്കും. ഞാൻ കരുതി ജന്മന ഫൂളാണെന്ന്. സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. യു ആർ റിയലി സ്മാർട്ട്. പക്ഷേ ഒരു സംശയം. ആ, എന്നെ വരച്ചപ്പോ കൊരങ്ങിനെ പോലെ വന്നെന്താ? കൊരങ്ങിനെ നോക്കി വരച്ചാ കൊരങ്ങിനെ പോലെയല്ലേ വരുള്ളൂ. അപ്പോ എന്നെ കണ്ട കൊരങ്ങിനെ പോലെ ഉണ്ടോ? അയ്യോ, ഞാൻ ദാ ആ കൊരങ്ങിനെ നോക്കിയാ വരച്ചത്. ആ, ഛെ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്റെ രാമ. രാമാന്നോ? എന്റെ പേരറിയോ? അയ്യോ, ഞാൻ ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് രാമൻ എന്നാ. മുഴുവൻ പേര് രാമചന്ദ്രൻ. അത്രയ്ക്ക് അടുപ്പുള്ളവരെന്നെ രാമു എന്ന് വിളിക്കും. എങ്കിൽ ഞാൻ രാമു എന്ന് വിളിക്കാം. എത്ര പെട്ടെന്നാ നമ്മൾ തമ്മിൽ അടുത്തത്. എന്റെ കൃഷ്ണ. കൃഷ്ണന്നോ? ഇയാൾക്ക് എന്റെ പേരറിയോ? ഞാനും ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് കൃഷ്ണ എന്നാ. മുഴുവൻ പേര് കൃഷ്ണേന്ദു. കൂടുതൽ അടുപ്പമുള്ളവര് കൃഷ്ണ എന്ന് വിളിക്കും. എങ്കിൽ ഞാനും കൃഷ്ണ എന്ന് വിളിക്കും. ഷോർ. ഹലോ. ഹലോ. ഈ PhD എന്ന് പറഞ്ഞ പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എനിക്കറിയൂ. ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ല. പിന്നെ എന്റെ കാര്യം എന്ന് വെച്ചാല് പൂന സിറ്റിയിലെ തിരക്കറിയാലോ. ഒരു ദിവസം സൈക്കിളില് 100 ചാക്ക് ബിരിയാണി അരി എത്തിക്കും. പഴയ പോലെ ഒന്നുമല്ല, ഭയങ്കര കോമ്പറ്റീഷനാ. ഇനിയിപ്പോ ഒരു ഓട്ടോറിക്ഷ ഇല്ലാണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. പിടിച്ചു നിൽക്കണമെങ്കിൽ ഓട്ടോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു വടിയായാലും മതി. എന്റെ പോടും. ഇപ്പൊ എവിടെ പോകുന്നു? രാമപുരം. ആഹാ, എന്റെ വീട് രാവണപുരത്താ. അതിനടുത്തായി രാമപുരം.
അപ്പോ നമ്മള് രണ്ടുപേരും ഒരു സ്റ്റേഷനിൽ ഇറങ്ങുന്നേ. ആഹാ, ഞാൻ ഓർമ്മ വെച്ചിട്ട് ഇവിടേക്ക് ആദ്യമായിട്ടാ. ഈ 2 ഗ്രാമങ്ങൾക്കും കൂടി ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു കോവിൽ. ഗ്രാമങ്ങൾ തമ്മിൽ കോവിലിന്റെ പേരിലുള്ള അവകാശ തർക്കം ഇന്നും ബാക്കിയാ. ഓ, അത് പോട്ടെ, എന്തിനാ പോകുന്നേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോണം. അതെന്താ പൂനെയില് പോസ്റ്റ് ഓഫീസ് ഇല്ലേ? കളിക്ക് കളിക്ക് കളി കളി കളി. അവിടുത്തെ പോസ്റ്റ് ഓഫീസില് അച്ഛനും അമ്മയും എന്റെ ചെറുപ്പത്തില് എന്റെ പേരിൽ കുറച്ച് പൈസ ഇട്ടുണ്ടായിരുന്നു. ആഹാ. അതിപ്പോ പെരുത്ത് വലിയൊരു തുകയായിട്ടുണ്ടാവും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ ലക്ഷപ്രഭുവാ, ലക്ഷപ്രഭു. ആ പോസ്റ്റ് ഓഫീസ് കത്തി പോവാതിരുന്നാ മതിയായിരുന്നു. നാരിയൽ കാ പാനി സ്ത്രീകളുടെ സൗന്ദര്യത്തിന് ദിവസവും ഓരോന്ന് കഴിക്കുന്ന നല്ലതാ. ഏ ഭായ് സാബ്, ഏക് നാരിയൽ പാനി. നേ സ്ട്രോ നേ ചായേ. ഈ സ്ട്രോയൊക്കെ ആരുടെയൊക്കെ വയലട്ടാന്ന് ആർക്കറിയാം? നമ്മൾ ഈ സ്ട്രോ കുടിച്ചിട്ട് കളയില്ലേ? ഇവന്മാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറക്കെടുത്ത് പാക്കറ്റിൽ വെക്കും. പിന്നെ വൃത്തിയും വെടിപ്പും അറപ്പും സംസ്കാരമുള്ള തോമാരെ ഈ സ്ട്രോ എടുത്ത് ഇങ്ങനെ വലിച്ചു കുടിക്കൂ. പോരാത്തതിന് പകർച്ചവ്യാധിയും വരും. ആ കിത്തനെ? 30 रुपए. 30 रुपया डिस्काउंट नहीं है? नहीं डिस्काउंट नहीं है. हाँ, ये केरल का नारियल पानी है? ये पोल्लाची का है. പൊള്ളാച്ചി का? ബാക്കി പൈസ ദേ ദോ നാ. മലയാളീസിനെ മണ്ടന്മാരാക്കണ്ട. ഇതൊക്കെ ചോദിച്ചു മേടിച്ചില്ലെങ്കിലേ തരില്ല. ഞാൻ ആരാ മോൻ? क्या आदमी है साला. സ്റ്റേഷന്റെ പുറത്ത് ഇനി 20 രൂപ ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാരെ പറ്റിക്കണ പറ്റിക്കലേ. എന്തായാലും കുടിച്ചോളൂ. ഇപ്പൊ തരാ. ഇതുപോലെ ഞാൻ എന്നും ചെയ്യണതാ. നോ ടെൻഷൻ, സിമ്പിൾ. ഈ നിത്യാഭ്യാസി ആന എടുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. അതെന്തായാലും അകത്തേക്ക് വരില്ല. തനിക്ക് കുടിക്കണമെങ്കിൽ താൻ പുറത്തു പോയി കുടിക്കണോ? ഓടോ. ഞാൻ പോയിട്ട് കാര്യമില്ല, താൻ തന്നെ പോണം കുടിക്കണമെങ്കിൽ. ഒരു സ്ട്രോ കിട്ടിയായിരുന്നു വലിച്ചു കുടിക്കായിരുന്നല്ലേ? അപ്പൊ ഈ പുള്ളി എന്താ പറഞ്ഞത്? വൃത്തിയും വിനയവും സംസ്കാരം ഇല്ലാത്തവരെ സ്ട്രോ ഇട്ട് കുടിക്കോളുന്നു. ഓരോരുത്തരും പകർച്ചവ്യാധിയും വരുമെന്ന് ഇപ്പൊ കിടന്ന് ആദ്യം പിടിക്കുന്ന കണ്ട. മോളെ മാവന്റെ വയറ് തള്ളി തന്നെ. അയ്യോ അയ്യോ കുട്ടി, പെട്ടെന്ന് പെൻസിൽ പേപ്പർ എടുത്ത് വരച്ചോ. ഹനുമാൻ മലയും വന്നിട്ട് കൂടെ ഫിഗറ ഫിഗർ വിട്ടു. എന്താ കുമ്പസാരിക്കുക? ഇന്ന് വല്ലതും നടക്കുവോ? പറ്റില്ലേ ബലം പിടിക്കണ്ട, വിട്ട് കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. ഇപ്പൊ ശരിയാക്കി തരാം. എന്നാൽ ഇത് എവിടെന്ന്? നാരിയൽ പാനി. ഇതെങ്ങനെ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. വാവ്. മുട്ടണ്ട, തുറക്കില്ല. അതല്ല, എന്തോ ഒരു സാധനം നേരെ വന്ന് എന്റെ തലയിലിടിച്ച്. നേരെ ചൊവ്വേന്ന് മംഗൾയാൻ വന്നിടിച്ചത്. അതൊന്നും അല്ല. ഈ കുടിക്കൂ. താങ്ക് യു. ഞാനിത് വലിച്ച് കീറട്ടെ? വേണ്ട, ട്രെയിൻ പാവോ. എന്നാലും വേണ്ടെന്ന്. എന്നാ തന്നെ വലിച്ച് കീറട്ടെ? അയ്യോ, അതൊട്ടും വേണ്ട. ഈ സ്റ്റേഷനില് ചായ പഴയ പഴം ഒന്നുമില്ലേ? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അയ്യോ, എന്താ ഇത്? കുത്തബ് മീനാറോ? രുദ്ര, എന്താ ഇതൊക്കെ? ഞാൻ ഇന്നലെ വന്ന് റൂം എടുത്തെല്ലാം സെറ്റപ്പാക്കി. എൻ്റെ കൈ കൊണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്ത ഭക്ഷണം മോക്ക് തരണമെന്നാ മുതലാളി പറഞ്ഞ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഏർപ്പാടാക്കാം. കുറവാ? ഇത് തന്നെ 10 പേർക്ക് കഴിക്കാനുണ്ട്.
ഒറ്റയടിക്ക് കഴിക്കൂ, കണ്ടാ പറയില്ലട്ടാ. കേട്ടില്ലേ, ഇത് കണ്ട എല്ലാരും എന്നെ കളിയാക്കും. ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടോ? അത് ഹലോ അച്ഛാ. മോള് രുദ്രനെ ചീത്ത വിളിക്കുകയാണോ? എന്തിനാ അച്ഛാ ഇത്രയും ഭക്ഷണം കൊടുത്തു വിട്ടത്? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്കത് കുറവായിട്ടാ തോന്നിയത്. അച്ഛാ, മോള് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഉറക്കം ഒഴിച്ച് പടം വരച്ച് ആരോഗ്യം കളയരുത്. എന്തു പറ്റി? അച്ഛൻ വഴക്കു പറഞ്ഞു. പടം വരയ്ക്കുന്നത് അച്ഛന് ഇഷ്ടല്ല. ഈശ്വരൻ തന്ന ഈ കഴിവ് ഒരു അനുഗ്രഹമായിട്ടല്ലേ കാണേണ്ടത്. വിഷമിക്കണ്ട, എനിക്കിഷ്ടായി. അതെ, നല്ല വിശപ്പുണ്ട്. ഇതിന്ന് കുറച്ച് ഭക്ഷണം തന്നാ ഞാനത് കഴിച്ചിട്ട് എവിടെയെങ്കിലും മിണ്ടാതെ കിടന്നോളാം. നല്ല ടേസ്റ്റ്. കുറച്ച് കൂടുന്നോ? കുറച്ച് കൂടുതലുണ്ട്. തന്റെ നാക്ക് ശരിയല്ല, താൻ കഴിക്കണ്ട. ഏയ് ചേട്ടാ കഴിക്ക. ആ സാമ്പാർ കെടുക്കും ഇങ്ങോട്ട് കുത്തി വഴി മറിക്കങ്ങോട്ട് മറിക്കങ്ങോട്ട് തോണ്ടി കളിക്കണ. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലേ അങ്ങനെ വലിച്ചു വരുത്തുന്ന ശീലമില്ല എനിക്ക്. ശീലണ്ട. ജയിലിൽ നിന്നാണോ വരുന്നേ? മിക്കവാറും ഞാൻ ജയിലിൽ പോകും. കുഞ്ഞ്, ഞാൻ അപ്പുറത്തെ പോകയിലുണ്ട്. എന്തായാലും ആവശ്യം വിളിച്ചാൽ മതി ചേട്ടാ. വിളിക്കാം. താങ്ക്സ് മസലേട്ടാ. ഓ ഇതെന്ത് ജീവി? ഒരു മങ്കി ക്യാപ്പ് വെച്ചിരിക്കണ കണ്ട. എന്നാന്ന്? മങ്കി ക്യാപ്പ് ഇട്ടിട്ട് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ആലോചിക്കായിരുന്നു. ഫാൻ കറങ്ങുന്നില്ലല്ലോ. ശരിയാ, കറങ്ങണില്ല. ഞാനൊന്ന് നോക്കാം. ഏയ് വേണ്ട, സാരില്ല. സാരുണ്ട്, ഞാനിപ്പോ ശരിയാക്കി തരാം. സാരില്ലെന്നാ കുട്ടി പറഞ്ഞില്ല, പിന്നെ തനിക്കെന്താണോ? സാരുണ്ട്. ഇത് ശരിയാക്കി ഇവിടെ എല്ലാവർക്കും കാറ്റ് കിട്ടൂലേ. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിക്കുമ്പോ അപ്പ കയറി അങ്ങോട്ട് മുടക്കിക്കോളും. എന്താണോ ഈ ഫാൻ കറങ്ങിയ തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ്, ചേച്ചി ഉറങ്ങിക്കോളൂ. കൃഷ്ണ, ലൂസ് കോണ്ടാക്ട്. സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കേ. ഒരു അശ്രദ്ധ മൂലം കാറ്റ് കിട്ടാണ്ട് പോയനെ ഇപ്പൊ. ബ്രെയിനെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. യൂസ് ചെയ്യണം ജസ്റ്റ് കോമൺ സെൻസ്. എവിടെ ഇടുക്കിയിലെ കറണ്ട് വരെ കളഞ്ഞല്ലാടോ. തനിക്കൊക്കെ എന്തിനു കേടാടോ? മര്യാദക്ക് വെളിച്ചത്തിൽ. ചേച്ചി ചേച്ചി, ആ പാവത്തിനെ ചീത്ത പറയല്ലേ. ഇവിടെ ചവിട്ടിക്കുട്ടി കുഴക്കും ഞാൻ ഇന്നവനാ. അവന്റെ അമ്മയുടെ കോമൺ സെൻസ്. നീ ആരാ? പള്ളി ബസ്സിൽ എഞ്ചിനീയറാ? പോയി മേനകട്ടവൻ മൊത്തത്തിൽ ഇരുട്ടാക്കിയിട്ട് ബാക്കിയുള്ളവന്റെ സീറ്റ് എവിടെ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്കറിയാം എന്റെ സീറ്റ് കണ്ടുപിടിക്കാനായിട്ട്. എന്താടി കാണിക്കുന്നേ? ക്ഷമിക്കണം മകളെ, ഇരുട്ടത്ത് എനിക്കിങ്ങനെ പറ്റാറുള്ളതാ. സീറ്റേ എവിടെയാണ് സീറ്റ്? കാശ് കൊടുത്താലും ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റില്ല. കറണ്ടും വന്നല്ല. താങ്ക് ഗോഡ്. കുറച്ചു മുമ്പ് നിങ്ങളൊക്കെ ഈ മനുഷ്യനോട് ചൂടായി.
ട്രെയിൻ ഇവിടെ നിന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര നല്ലൊരു കാഴ്ച കാണാൻ പറ്റുമായിരുന്നോ? ആ? അതെ, സോറി. എന്താ വിഷമിച്ചിരിക്കണേ? കുറച്ചു മണിക്കൂർ കൂടി കഴിയുമ്പോ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്തും. ആ മിന്നാമിന്നിക്കൂട്ടം, നിലാവെള്ളി രാത്രി, പിന്നെ ഒക്കെ മാഞ്ഞു പോവില്ലേ? നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പതാ ആ മരങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ അതെത്ര സ്പീഡിലാണ് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിന്? എവിടേക്ക് ഇതൊക്കെ ഓടിപ്പോണു? തമാശ പറഞ്ഞതല്ല. ചവിട്ടി മരിക്കാൻ തയ്യാറാണെങ്കിൽ സൈക്കിളിനെ പോലെ ഇത്ര ലാഭമുള്ള വേറെ വാഹനമില്ല. പക്ഷെ മസിൽ കയറാണ്ട് നോക്കണം. പിന്നെ സൈക്കിൾ ഞാൻ കൊടുത്തപ്പോ ഭയങ്കര വിഷമായി പോയി. ഈ സൈക്കിളിന്റെ വേറെ പ്രത്യേകത എന്താന്ന് വെച്ചാ പെട്രോൾ അടിക്കണ്ട, ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വെക്കണ്ട, പിന്നെ പോലീസും പിടിക്കില്ല. പോലീസ് സ്റ്റേഷനോ? അല്ല, നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ. സംസാരിച്ച സ്റ്റേഷൻ എത്തിയത് അറിഞ്ഞില്ല. വേഗം ഇറങ്ങിക്കോ, ട്രെയിൻ ഇവിടെ 2 മിനിറ്റ് നിർത്തുള്ളൂ. സൂക്ഷിച്ച്. കൃഷ്ണ, കൃഷ്ണ, അമ്മയും പെങ്ങളൊന്നുമില്ല. എന്തൊരു കഷ്ടമാണത്. അച്ഛാ, കൊച്ചേട്ടാ, ട്രെയിൻ നേരത്തെ വന്നോ? നിങ്ങൾ ലേറ്റ് ആയത്. നിന്നെ വീട്ടിലെല്ലാരും കാത്തിരിക്കുക. രാജീവ്, നീ ഇവളെയും കൊണ്ട് വേഗം വീട്ടിലേക്ക് ചെല്ലേ. ശ്രീരാമക്ഷേത്രത്തിലെ ഉത്സവം എടുക്കാറായില്ലേ? ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. എന്റെ അയ്യോ, ട്രെയിൻ വിട്ടോ? ആളിറങ്ങാൻ്റെ. കൃഷ്ണ, ഈശ്വര, ട്രെയിൻ വിട്ടല്ലോ. ഇനി പറ, സ്റ്റേഷനിൽ വെച്ച് നീ ആരെയാ നോക്കിയത്? അത് നീ ഇറങ്ങി വന്ന കമ്പാർട്ട്മെന്റിലേക്ക് കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. എന്ത്? നിനക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ആരോ ഒരാൾ ആ ട്രെയിനിലുണ്ടായിരുന്നു. ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടു. ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ഇഷ്ടായി അല്ലേ? പിന്നില്ലേ, നമുക്കങ്ങ് ആലോചിച്ചാലോ? യു ഈസ് ജസ്റ്റ് ലൈക്ക് എ ഫ്രണ്ട്. ഷോ, ഞാൻ വല്ലാതെ അങ്ങ് പ്രതീക്ഷിച്ചു പോയി. അല്ല, എന്നെ ഒരു പ്രണയത്തെ വീഴ്ത്താൻ നിനക്ക് എന്താ വല്ലാത്തൊരു ഇൻട്രസ്റ്റ്? എനിക്ക് രക്ഷപ്പെടാലോ. ഒന്ന് ചോദിച്ചോട്ടെ, നിനക്ക് എന്നെ കല്യാണം കഴിച്ചാ എന്താ കുഴപ്പം? കൃഷ്ണ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞാൽ നിന്റെ വീട്ടുകാർക്ക് എന്റെ വീട്ടുകാർക്ക് മനസ്സിലാവില്ല. MBBS പഠിക്കുന്ന കാലം മുതൽ ആഗ്രഹിച്ചതാ ഹയർ സ്റ്റഡീസിന് സ്റ്റേറ്റ്സിൽ പോകണമെന്ന്. ഇപ്പൊ ദേ അഡ്മിഷനും ശരിയായി. ദേ, ഉടനെ കല്യാണം എന്ന് പറഞ്ഞ എന്നെ ഇപ്പൊ വിളിച്ചു വരുത്തിയിരിക്കുന്നെ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞോ. എനിക്കുണ്ട് കുറെ ഫ്യൂച്ചർ പ്ലാൻസ്. കൃഷ്ണ, ഐ ആം സീരിയസ്. എനിക്ക് നിന്നെ ഒരിക്കലും ഭാര്യയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കൂ? അതൊരു ഫ്യൂഡൽ ഹാങ് ഓവറാണ്. എങ്കിൽ നിനക്ക് പറഞ്ഞൂടെ? ആരോട്? ഓ, നിന്റെ അച്ഛനോടും അമ്മയോടും. ഒരു വിവരം ഇല്ലാത്തവരാ. ഇതെങ്ങനെ അറിഞ്ഞ അവരെന്നെ തല്ലിക്കൊല്ലും. അയ്യോ, എടുക്കില്ല. ഹലോ അങ്കിൾ. ഹലോ, കൃഷ്ണമോളാണോ? അതെ അങ്കിൾ. ജയഭാരതി, കൃഷ്ണമോളാണോ? സംസാരിക്കും. മോളെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, സുഖായിരുന്നു അങ്കിൾ. അവരൊന്ന് കൊടുത്തേ. ആ, ദാ അങ്കിൾ. ഹലോ. എടാ, അവളെ നിന്റെ കാറിലല്ലേ കൂട്ടിക്കൊണ്ടു പോകുന്നേ? ആ, അതെ. നിങ്ങൾ രണ്ടുപേരും തനിച്ചല്ലേ കാറിലുള്ളൂ? ആ, ജയഭാരതി, അവർ രണ്ടുപേരും തനിച്ചേ കാറിലുള്ളൂ. സംസാരിക്കേ. ഒന്ന് കറങ്ങി നടന്ന് പതുക്കെ വീട്ടിലോട്ട് പോയാ മതി. ഓ, എന്ത് സംഭവിച്ചാലും പേടിക്കണ്ട.
നിങ്ങളുടെ കല്യാണം ഉടനെ നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. 1-2 ദിവസത്തിനകം ഞങ്ങൾ അവിടെ എത്തിയേക്കാം. ഞാൻ ഇന്ന് തന്നെ പോരും. ഒന്നുകളെ ഞാൻ എന്താ അവനൊന്ന് തിരിച്ചു പോകണം. പറഞ്ഞതനുസരിച്ചാ മതി. ജയഭാരതി ഫോൺ കട്ടി. എന്റെ കൃഷ്ണ, നിനക്ക് ആ ട്രെയിനിൽ വെച്ച് കണ്ട ആളെങ്ങനെ ഒന്ന് പ്രേമിച്ചു കൂടായിരുന്നോ? ഞാൻ ഇടപെട്ട് എങ്ങനെയെങ്കിലും കല്യാണം നടത്തി തന്നെ. ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയാളുടെ പടം ഞാൻ വരച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞാൻ റെഡിയാ. അയ്യോ ഞാൻ മറന്നു. എന്താ പറഞ്ഞേ? എന്റെ ഡ്രോയിങ് പാഡ്. അന്നപൂർണേശ്വരിയ തൊഴുതോളൂ. ഇതെന്താ വീടിനുള്ളില് അമ്പലം? തലമുറകളായി കൈമാറി വരുന്ന സമ്പ്രദായങ്ങളും വിശ്വാസവും. ഇവിടെ വരുന്ന ഓരോ ആളും ഞങ്ങളുടെ അതിഥിയാ. ഓ, അതിഥി ദൈവത്തെ പോലെ. ഇന്നത്തെ അതിഥി ഇയാളാ. ആയിക്കോട്ടെ. മുത്തശ്ശന്റെ പൊന്നുമക്കൾ എത്തിയോ? വാ. നിങ്ങൾ എപ്പോ വന്നു? കുറച്ചു നേരം അയച്ച. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? അതെ, കോവിലിലെ പൂജയൊക്കെ ഭംഗിയായി കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാം ശ്രീരാമന്റെ അനുഗ്രഹം മോളെ. ഇതെന്റെ മൂത്ത മോന്റെ ഭാര്യ മുത്തുമണി. എവിടെ പോയി? എന്താ നോക്കുന്നേ? അല്ല, മനുഷ്യരെ മൃഗങ്ങളെ പോലെ കാണുന്ന നമ്മുടെ നാട്. ഇവിടെ മൃഗങ്ങളെ മനുഷ്യരെ പോലെ ഈ വീട്ടിൽ പരിചരിക്കണം കണ്ടപ്പോ അത്ഭുതം തോന്നി. പശുക്കളെ ആരാധിക്കുന്ന കുടുംബ പാരമ്പര്യ ഞങ്ങളുടേത്. ഓ, ഗോമാതാക്കൾ ഐശ്വര്യവും സമാധാനവും കുടുംബത്തിന് നൽകും. എന്താ പറയുന്നേ? സാറേ, ഇത് വീടത് കൊട്ടാരോ? ഹോ, ഒരു ചായ കിച്ചണിൽ നിന്ന് ഇവിടെ ഡൈനിങ് ടേബിൾ എത്തുമ്പോഴേക്കും തണുത്തുണ്ടാവൂല്ലേ? ശരിക്കും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോണ്ടി വരും ഓരോ റൂമിലേക്ക്. ഇന്നത്തെ അതിഥി എനിക്ക് മനസ്സിലായില്ല. ഞാൻ രാമചന്ദ്രൻ. സാറല്ല സഹായം. കൃഷ്ണമോളെ അവിടെ മോളിലുണ്ട്. അവളെ വിളിക്കേ. കൃഷ്ണ, കൃഷ്ണ, ദേ വരുന്നമ്മ. ദേ വിളിക്കുന്നു, വേഗം ചെല്ലേ. ഇത് ഫിനിഷ് ചെയ്തിട്ട് പോവാം. വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് അഞ്ചിത്തപ്പേര്. എഴുന്നേറ്റേ. കണ്ടില്ലേ ടോക്കൊന്ന് ഉറപ്പ് കാണിക്കുന്നേ. കൃഷ്ണ ചെല്ലേ. രാമു, ഹായ്. what a surprise. രാമു എങ്ങനെ ഇവിടെ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ആളെ മനസ്സിലായോ? ഈ രാമു എന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. അല്ല, രാമു എന്താ സ്റ്റേഷനിൽ ഇറങ്ങാതിരുന്നേ? ഇറങ്ങാൻ നേരം ഞാൻ നോക്കുമ്പോ കൃഷ്ണ മറന്നു വെച്ച ഡ്രോയിങ് ബുക്ക് സീറ്റിനിടയില്. പിന്നെ ഞാനിത് കീറാതെ സൂക്ഷിച്ചെടുത്തപ്പോഴേക്കും ട്രെയിൻ വിട്ടുപോയി. പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ബസ് പിടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് എത്തിയത്. താങ്ക് യു. ഈ ഡ്രോയിങ് ബുക്ക് തരാൻ വേണ്ടിയാണോ താൻ ഇത്ര കഷ്ടപ്പെട്ടു വന്നത്? ഒരു സഹായം. ഈ ബുക്കൊന്ന് കളഞ്ഞ പോലെ ഇവിടെ എല്ലാരും കൂട്ട പ്രാർത്ഥനയാ. എനിവേ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഡോക്ടർ രാജീവ്. ഹലോ, ഞാൻ രാമു. രാമു, ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ആഹാരം കഴിക്കാം. വാ. വന്നോളൂ. അങ്കിളെ വാ, നമുക്കൊരു ഗെയിം കളിക്കാം. മര്യാദ 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 മര്യാദ. മാമ്പഴപ്പുളിശ്ശേരി കുറച്ചൊഴിക്കട്ടെ? പിന്നെ മാമ്പഴപ്പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടാ. അമ്മ മരിക്കണതിന് മുമ്പ് ഒരുപാട് ഉണ്ടാക്കി തന്ന. മതി 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 മതി. കുറച്ചുകൂടി കഴിക്കുന്നേ. അയ്യോ മതി.
കുറച്ച് വയറ് ബാക്കി വെച്ചാലേ ഇനി പായസം കഴിക്കാൻ പറ്റൂ. പായസം കഴിച്ച ശേഷം ഒരല്പം ചോറും മോരും കൂട്ടി കഴിക്കണം, എന്നാലേ സദ്യ പൂർണ്ണമാകൂ. അങ്ങനെ കൂടുതൽ കഴിച്ചാൽ നാളെ ചിലപ്പോൾ ഒരു വാർത്ത വരും. കൗതുക വാർത്തകൾ. ആക്രാന്തം കൊണ്ട് അമിതമായി ഭക്ഷണം വാരിക്കോരി കഴിച്ച രാമു എന്നയാൾ വയർ പൊട്ടിത്തെറിച്ച് മരിച്ചു. അങ്ങനെ കേൾക്കുന്നത് മോശമല്ലേ? ഇത്രയും ചിരിക്കാൻ മാത്രം എനിക്കൊന്നും തോന്നിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്തോ ഒരു ലക്ഷ്യം വെച്ചാ അയാളോട് വന്നിട്ടുള്ളൂ. എന്ത് ലക്ഷ്യം? പറയട്ടെ, നീ തന്നെ ലക്ഷ്യം. അതെ, കല്യാണത്തിന് ശേഷം പറയാൻ എന്തെങ്കിലും ഇത്തിരി ബാക്കി വെച്ചേക്കണേ. അപ്പോഴേക്കത് പേപ്പറിൽ വന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അവിടെ അടുത്ത്. സാറോ? സാറെന്താ ഇവിടെ? ഇവനെ തനിക്ക് നേരത്തെ അറിയോ? അറിയോന്നോ? ഇദ്ദേഹമാണ് വഴി ചോദിച്ചു നടന്ന എന്നെ പോസ്റ്റ് ഓഫീസ് കൊണ്ടാക്കിയത്. നല്ല സാറാ. ഇവൻ സൂര്യസിംഹൻ, എന്റെ മൂത്ത മോന. സൂര്യസിംഹൻ, ചന്ദ്രസിംഹൻ, സിംഗം 1 ആൻഡ് സിംഗം 2. അച്ഛാ ഒന്ന് വന്നേ. ആഹാരം കഴിക്കുന്നത് കണ്ടില്ലേടാ, നീ വന്ന് കഴിക്കേ. അച്ഛ ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓ, ഇവൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. രാമു കഴി. നീ പാടാ. എന്താടാ വീട്ടിലൊരു അതിഥി വന്ന നേരത്തെ ഇങ്ങനെ പെരുമാറാ? അയ്യോ കുഴപ്പമില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. പിന്നെ എന്നെ ഈ വീട്ടിലൊരു അംഗമായിട്ട് കണ്ടാ മതി. എന്താ സൂര്യ, എന്താ കാര്യം? അച്ഛൻ ആദിത്യ മര്യാദയിൽ സൽക്കരിച്ചിരുത്തിട്ടുള്ളവൻ ആരാണെന്നറിയോ? അവൻ നമ്മുടെ അതിഥിയല്ല. ഇളയച്ചനെ വെട്ടിക്കൊന്ന പുതുക്കോട്ടയിലെ വീരഭദ്രന്റെ മകനാണവൻ. ഇനി എന്ത് നോക്കി നിൽക്കുക? ആ വാളങ്ങതാ ഇപ്പൊ തന്നെ വെട്ടിയെറിഞ്ഞ് കുഴിച്ചും കൂടിയേക്കാം. ചന്ദ്രസിംഹ വേണ്ട. വേണ്ടെന്നോ? നിന്നേക്കാ 10 ഇരട്ടി പകയുണ്ട് എനിക്ക്. ഈ തറവാടിനുള്ളിൽ രക്തം വീഴരുത്. വീണാൽ ഓവിൽ അശുദ്ധമാകും. അന്നപൂർണേശ്വരി രുദ്രകാളിയായി ഭാവം മാറും. മറ്റൊന്ന്, ഒരു കാരണവശാലും എൻ്റെ അമ്മ അറിയരുത് ഇവിടെ ഒരു കൊല നടക്കാൻ പോകുന്ന കാര്യം. അറിഞ്ഞാൽ ആ ദയാദാക്ഷിണ്യത്തിൽ അവൻ രക്ഷപ്പെടും. ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. 30 കൊല്ലം കാത്തു നിന്നില്ലേ? കുറച്ചുകൂടെ ക്ഷമിക്കേ. അവൻ പടിവാതിൽ കടന്നാലുടൻ വെട്ടി അരിയണം. അവന്റെ തല വേറെ, ഉടല് വേറെ. അവന്റെ ഒരു കരച്ചില് പോലും അകത്ത് കേൾക്കരുത്. ചന്ദ്രസിംഹ പറഞ്ഞേക്ക് നമ്മുടെ ആളുകളോട്. രുദ്ര, ഓ അകത്തുള്ള അതിഥി നമ്മുടെ ആജന്മ ശത്രുവാ. അവൻ ഈ പടിവാതിൽ കടന്നാലുടൻ വെട്ടി നുറുക്കണം. ഒരൊച്ച പോലും അകത്ത് കേൾക്കരുത്. ചിലപ്പോ നടന്നേക്കും. കേൾക്കണ്ട. പിന്നെ ഒന്നുമില്ലേ, പിള്ളേർക്ക് വേണ്ടിയല്ലേ. ഇതാര്? ഇതെന്നെ ചേട്ടനാ. ഇയാൾ എവിടെയായിരുന്നു ഇതുവരെ? ഉറങ്ങുമായിരുന്നു. ഓ, അവൻ എപ്പോഴും ഉറക്കാ. കുംഭകർണനാ?